നമസ്തേ, ഞാൻ കെ ജി അഖിലേഷ്. നമുക്ക് ജൂൺ 1 മുതൽ 7 വരെയുള്ള ഒരാഴ്ചത്തെ സമ്പൂർണ്ണ വാരഫലത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ സമ്പൂർണ്ണ വാരഫലമാണ് പറയുന്നത്. ആദ്യമായി മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികയിലടങ്ങുന്ന മേടൻ രാശിക്കാർക്ക് ഈ ആഴ്ച അത്ര ശുഭകരമല്ല. ജോലി ഭാരങ്ങളൊക്കെ കൂടുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം കർമ്മ മേഖലകളൊക്കെ വർക്ക് ചെയ്യുന്നവർ തങ്ങളുടെ ജോലി അല്ലെ കർമ്മ മേഖലകളിലൊക്കെ അല്പം പ്രയാസം ഉള്ള വാരം കൂടിയാണ് വരുന്നത്. സാമ്പത്തിക സ്ഥിതി അത്ര മോശമാകത്തില്ലെങ്കിലും സാമ്പത്തികപരമായിട്ട് ഇടനില നിൽക്കുക, സാമ്പത്തികമായിട്ട് സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. അത് നമുക്ക് ഒരുപാട് ചീത്ത പേരുകളൊക്കെ കേൾക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. കുടുംബ അന്തരീക്ഷത്തിലേക്ക് നോക്കുമ്പോൾ ഗൃഹാന്തരീക്ഷം സമാധാനം തന്നെ ആയിരിക്കും. നമ്മൾ കുടുംബപരമായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. തീർത്ഥാടന യാത്രകളൊക്കെ പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ശുഭ വാർത്തകൾ കേൾക്കുന്നതിനും പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്നതിനും ഒക്കെ ഉള്ള വാരം കൂടിയാണ്. നമ്മുടെ ചില സുഹൃത്ത് സംഗമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും ഉറക്കം കുറയാനുള്ള സാധ്യതകളുണ്ട്. ചില മാനസികപരമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട്. ഉറക്കത്തിന് അല്പം കുറയാനുള്ള സാധ്യതകളും ഈ വാരം കാണുന്നുണ്ട്. അടുത്തതായിട്ട് കാർത്തികയുടെ അവസാന 3 പാദങ്ങളും രോഹിണിയും മകേരത്തിന്റെ ആദ്യ 2 പാദങ്ങളും അടങ്ങുന്ന ഇടവൻ രാശിയെ പറ്റിയാണ്. ഈ നക്ഷത്രക്കാർ മംഗളകർമ്മങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ കുടുംബസമേതം മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരം കൂടിയാണ്. പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാൻ കുറച്ച് പാടുപെടാനുള്ള സാധ്യതകൾ ഏറെയുള്ള ഒരു വാരം കൂടിയാണ്. അപ്പം പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചും കണ്ടും വേണം മുന്നോട്ട് പോകാനുള്ള വാരം കൂടിയാണ്. തൊഴിൽ മേഖലകൾ കുറച്ച് സ്വാധീനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. IT മേഖലയിലുള്ളവരും ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കും ഒക്കെ സാമ്പത്തികപരമായ ചില നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുള്ള വാരം കൂടിയാണ്. നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തവരെ ചിലരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു വാരം കൂടിയാണ് ഈ വരുന്ന വാരം എന്ന് പറയുന്നത്. ഇഷ്ട ഭക്ഷണങ്ങളൊക്കെ കുടുംബസമേതം പോയി കഴിക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ള വാരം കൂടിയാണ്. സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതാവത്തില്ലെങ്കിലും ലോണുകൾ, ചിട്ടികളൊക്കെ നേടാനുള്ള സാധ്യതകളും ഉള്ള വാരം കൂടിയാണ്. ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു വാരം കൂടിയാണ്. പ്രണയിനികളെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും ചില വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം പ്രണയിക്കുന്നവർ ഈ നക്ഷത്രക്കാരൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചും കണ്ടൊക്കെ പോകേണ്ട വാരം കൂടിയാണ്. മകേരത്തിന്റെ അവസാന 2 പാദങ്ങളും പുണർദവും തിരുവാതിരയും അടങ്ങുന്ന മിഥുനൻ രാശിയെ പറ്റിയാണ്. മിഥുനൻ രാശിയുടെ വാരഫലമാണ്. തീരുമാനിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ആഴ്ച കൂടിയാണ്. കുടുംബത്തിലെ സമാധാനവും സന്തോഷവും നിറയുന്ന വാരം കൂടിയാണ്. പല വഴികളിലൂടെയും ധനം നമ്മുടെ കൈകളിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. വിദ്യാർത്ഥികൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വാരം കൂടിയാണ്. ചില കാര്യങ്ങൾക്കൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഭാഗ്യ പരീക്ഷണങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതകളാണ്. ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്ക് ധൈര്യപൂർവ്വം ഈ ആഴ്ച ലോട്ടറി എടുത്താൽ അടിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ശത്രു വർധനയ്ക്കൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കർമ്മ മേഖലകളിലോ അല്ലാതെയൊക്കെ ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ പെരുമാറിയില്ലെങ്കിൽ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതകൾ ഏറെയാണ്. വാഹനം മാറ്റി വാങ്ങാനുള്ള സാധ്യതകളുണ്ട്. അപ്പം വാഹനം, ഗ്രഹം, ഭൂമിയൊക്കെ കിട്ടാനുള്ള സാധ്യതകളും ഏറെയുള്ള ഒരു വാരം കൂടിയാണ്. ഊഹക്കച്ചവടത്തിലും IT മേഖലയിലുള്ളവർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ നല്ല വാരം കൂടിയാണ് ഈ മിഥുനൻ രാശിക്കാർക്ക്. പുണർത്തിന്റെ അവസാന പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന കർക്കിടകൻ രാശിയുടെ വാരഫലമാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര മോശമായിട്ട് ബാധിക്കുന്ന ഒരു വാരം കൂടിയാണ്. സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതാവണമെന്നില്ല. പല കാര്യങ്ങൾക്കും സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതകളുണ്ട്. അപ്പം പുതിയ എന്തെങ്കിലും സംരംഭമായിട്ട് ഈ ആഴ്ച ഇറങ്ങുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചും കണ്ടും വേണം മുന്നോട്ട് പോകാൻ. അത്ര നല്ലതാവണമെന്നില്ല. മാനസികപരമായിട്ടുള്ള വിഷമങ്ങളുണ്ടാകും. പല കാരണങ്ങൾ കൊണ്ട് കർമ്മ മേഖലകളിലായിക്കോട്ടെ, കുടുംബ പ്രശ്നങ്ങളിലായിക്കോട്ടെ, പ്രണയങ്ങളിലായിക്കോട്ടെ, പല കാര്യങ്ങളിലും മാനസികപരമായിട്ടുള്ള ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുള്ള ഒരു വാരം കൂടിയാണ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ശ്രദ്ധിച്ചും കണ്ടും മുന്നോട്ട് പോകേണ്ട ഒരു വാരം കൂടിയാണ്. തന്മൂലം ചുമതലകളൊക്കെ ഏറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ചുമതലകളൊക്കെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ആ ഏറ്റെടുത്ത ചുമതലകൾ നമുക്ക് പൂർണ്ണമാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. പ്രത്യേകം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ. നമ്മൾ ചെയ്യാത്ത ചില കാര്യങ്ങളിൽ അപമാനിതനൊക്കെ ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി ആലോചിച്ചും കണ്ടും വേണം മുന്നോട്ട് പോകാൻ. കരാർ പണിക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു വാരം കൂടിയാണ്. അവർ കരാറിൽ ഉള്ള ചില പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും കലാകാരന്മാർക്ക് നല്ല ഒരു വാരം തന്നെയായിരിക്കും. അവർക്ക് ചില പ്രസക്തികളൊക്കെ നേടിയെടുക്കാനുള്ള സാധ്യതകളുള്ള വാരം തന്നെയാണ്. ഈ നക്ഷത്രക്കാർ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വാരം കൂടിയാണ്. മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യ പാദം അടങ്ങുന്ന ചിങ്ങൻ രാശിയെ പറ്റിയാണ്.
ചിങ്ങൻ രാശിക്കാർക്ക് ഈ വാരഫലം ഉത്തമം തന്നെയാണ്. വിനോദയാത്രകളൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. വിനോദയാത്രകളൊക്കെ സുഹൃത്തുക്കൾ വഴിയും കുടുംബങ്ങൾ വഴിയൊക്കെ പോകാനുള്ള സാധ്യതകളുള്ള വാരം കൂടിയാണ്. കുടുംബ അന്തരീക്ഷം നല്ലതാകും. പ്രവർത്തന മേഖലകളിൽ ഉത്സാഹം ഉണ്ടാകുന്ന ഒരു വാഴ്ച തന്നെയായിരിക്കും. ബിസിനസ് മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. തന്മൂലം അവരുടെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഒരു വാരം തന്നെയാണ്. ബിസിനസ് പരമായിട്ട് യാത്രകൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. IT മേഖലയിലുള്ളവർക്ക് നല്ലതാണ്. സർക്കാരിൽ നിന്നുള്ള അനുമതികളൊക്കെ നേടാനുള്ള സാധ്യതകളുണ്ട്. ഗൃഹനിർമ്മാണത്തിൽ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണമൊക്കെ ഈ ആഴ്ച കുറച്ച് മെച്ചപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഉത്രാടത്തിന്റെ അവസാന പാദവും അത്തവും ചിത്രയുടെ ആദ്യ 2 പാദവും അടങ്ങുന്ന കന്നി രാശിയുടെ വാരഫലമാണ് പറയുന്നത്. സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെട്ട ഒരു വാരമാണെങ്കിലും കുടുംബാന്തരീക്ഷം അത്ര നല്ലതാവണമെന്നില്ല. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പ്രണയിനികളെ സംബന്ധിച്ചാണെങ്കിലും ചില കലഹങ്ങളും വഴക്കുകളും ഒക്കെ എത്തിപ്പെടാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരം തന്നെയാണ്. സാമൂഹികമായിട്ടുള്ള സ്വീകാര്യതയൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുള്ള വാരം തന്നെയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റ് തലമുറയെ സംബന്ധിച്ചിടത്തോളം സാഹസികപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടരുത്. ചില പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സാഹസികത കുറയ്ക്കേണ്ട ഒരു വാരം തന്നെയാണ്. ചില പ്രധാന കാര്യങ്ങളൊക്കെ മാറ്റിവെക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുള്ള വാരമാണ്. മാതാപിതാക്കൾക്കും അത്ര നല്ല വാരമല്ല. അപ്പോൾ മാതാപിതാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്നു ചേരാനും ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. എങ്കിലും അത്യാവശ്യം പ്രശ്നമൊന്നുമില്ലാതെ കടന്നു പോകുന്ന ഒരു വാരം തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക്. ചിത്തിരയുടെ അവസാന 2 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ പാദവും അടങ്ങുന്ന തുലാം രാശിയെ പറ്റിയാണ്. ആ രാശിക്കാരുടെ വാരഫലമാണ് പറയുന്നത്. തൊഴിൽ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. തൊഴിൽ മേഖലകളിൽ നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ നേരിടാനും തന്മൂലം നമ്മൾ എന്തെങ്കിലും ഡീപ്രമോഷൻസോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ചെന്നപ്പെടാതെ ഇരിക്കേണ്ട ഒരു വാരം തന്നെയാണ്. പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരം തന്നെയാണ്. ദാമ്പത്യം സുഖകരമായിരിക്കും. ലോണുകളും ചിട്ടികളും ഒക്കെ നേടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ബിസിനസ്സുകാർ ശ്രദ്ധിക്കണം. ബിസിനസ്സുകാരെ സാമ്പത്തികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സിനായിട്ട് മുടക്കിയിട്ടുള്ള സാമ്പത്തികം തിരിച്ചു കിട്ടാനുള്ള ചില താമസവും കാണുന്നുള്ള ഒരു വാരം തന്നെയാണ്. അപ്പം ബിസിനസ്സുകാർ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട വാരം തന്നെയാണ്. അയൽക്കാരുമായിട്ടൊക്കെ എന്തെങ്കിലും ശത്രുതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അയൽക്കാരുമായിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിച്ചില്ലെങ്കിൽ ശത്രുതാ മനോഭാവത്തിലൊക്കെ എത്തിപ്പെടാനും തന്മൂലം അത് കേസും വഴക്കുകളിലൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അയൽക്കാരോട്ടൊക്കെ സഹകരണം അല്പം ശ്രദ്ധിച്ചു പോകേണ്ട ഒരു വാരം തന്നെയാണ് ഇത്. മറ്റുള്ളവർക്ക് നൽകിയ നല്ല വാക്ക് പാലിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലായിക്കോട്ടെ, പ്രണയങ്ങളിലായിക്കോട്ടെ, എവിടെയും സുഹൃത്ത് ബന്ധങ്ങളിലായിക്കോട്ടെ നല്ല വാക്കുകൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ ശ്രമിക്കണം. അത് പാലിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. തന്മൂലം ചില വിഷമതകളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പഴയ പല കാര്യങ്ങളും ആലോചിച്ച് ചില മാനസികപരമായ വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അലച്ചിലുകളും യാത്രാക്ലേശങ്ങളും ഒക്കെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വരുന്ന ചില അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന വാരം തന്നെയാണ്. ആത്മവിശ്വാസങ്ങളൊക്കെ അതിരി കടക്കാതെ സൂക്ഷിക്കേണ്ട ഒരു വാരം തന്നെയാണ്. നമ്മുടെ ആത്മവിശ്വാസം മൂലം നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നമ്മളിലേക്ക് തന്നെ ചില പ്രശ്നങ്ങളിലും പ്രതിസന്ധികളൊക്കെ നേരിടേണ്ട ചില സാഹചര്യങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് ആത്മവിശ്വാസം അധികമാകാതെ സൂക്ഷിക്കേണ്ട ഒരു വാരം കൂടിയാണ്. വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികം രാശിയുടെ വാരഫലമാണ് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വാരം കൂടിയാണ്. ചില പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ചില പ്രതിസന്ധികളൊക്കെ നേരിടാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. കുടുംബപരമായിട്ടുള്ള ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം പ്രത്യേകം കുടുംബാന്തരീക്ഷം അത്ര നല്ലതാവണമെന്നില്ല. അപ്പം പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയായിരിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. ഊഹക്കച്ചവടക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരം തന്നെയാണ്. ചില ഊഹക്കച്ചവടത്തിലൊക്കെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. പ്രണയ നൈരാശ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം പ്രണയിനികളും പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു വാരം തന്നെയാണ്. പല കാര്യങ്ങളിലും ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. തന്മൂലം ചില പ്രതിസന്ധികൾ നേരിടാനുള്ള സാധ്യതകളും ഏറെയാണ്. രോഗികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം തന്നെയായിരിക്കും ഈ വാരം. രോഗാവസ്ഥയിലുള്ളവർക്കൊക്കെ ശമനം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം അടങ്ങുന്ന ധനു രാശിയുടെ വാരഫലമാണ്. വിവാഹ ആലോചനകളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ആലോചനകളൊക്കെ വിവാഹത്തിലെത്തിച്ചേരാനുള്ള സാധ്യതകളുള്ള വാരം തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക്. വാഹനങ്ങൾ മാറ്റി വാങ്ങാനുള്ള സാധ്യതകൾ ഏറെയാണ്. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ വീണ്ടും പുനർനിർമ്മിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്.
നമ്മുടെ വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാനുള്ള ആഡംബര ചെലവുകൾക്ക് വേണ്ടി വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് പ്രത്യേകം സൂക്ഷിക്കണം. തന്മൂലം ചില സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നേരിടാൻ സാധ്യതകളുണ്ട്. സഹപ്രവർത്തകരുമായിട്ടുള്ള വിനോദയാത്രകളൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. കൃഷിനാശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കലാകാരന്മാർക്ക് മികച്ചു തന്നെയാണ്. നല്ല അവസരങ്ങളൊക്കെ ഉണ്ടാവാനും പ്രസക്തിയും ജനപ്രിയമാവാനൊക്കെയുള്ള സാധ്യതകൾ ഏറെയാണ്. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള സാധ്യതകളുണ്ടാവും. ഉത്രാടത്തിൻ്റെ അവസാന 3 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദങ്ങളും അടങ്ങുന്ന മകരം രാശിയുടെ വാരഫലമാണ് പറയുന്നത്. സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. പിണങ്ങി നിന്നവരോട്ടൊക്കെ ഇണങ്ങാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടോ കുടുംബത്തിലോ പ്രണയങ്ങളിലോ ഒക്കെ പിണങ്ങി നിന്നവരോടൊക്കെ ഇണങ്ങാനുള്ള സാധ്യതകളുള്ള വാരം തന്നെയായിരിക്കും. മികച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നുള്ള ചില കാര്യങ്ങളൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ബന്ധു സമാഗമങ്ങളൊക്കെ ഉണ്ടാവാനുള്ള വിരുന്നുകാരുടെയൊക്കെ വരവുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കിട്ടാക്കടങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള, നമുക്ക് മേടിച്ച തരാതിരുന്ന ആൾക്കാരുടെയൊക്കെ കിട്ടാക്കടങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരം തന്നെയായിരിക്കും. അനാവശ്യ കാര്യങ്ങൾക്ക് ഉത്കണ്ഠരാവാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അനാവശ്യ കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കുകയോ ഉത്കണ്ഠരാവാനുള്ള സാധ്യതകളുണ്ട്. അതിൽ ചെന്നെത്തിപ്പെടാതിരിക്കുക. പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് നല്ല വാരം തന്നെയായിരിക്കും. അവിട്ടത്തിൻ്റെ അവസാന 2 പാദങ്ങളും ചതയവും പൂരുട്ടാതിയുടെ ആദ്യ പാദങ്ങളും അടങ്ങുന്ന കുംഭൻ രാശിയുടെ വാരഫലമാണ്. ഈ നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല ഈ വാരമെന്ന് പറയുന്നത്. ധനപരമായിട്ട് ചില ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ചില പ്രതിസന്ധികളിലൊക്കെ ചെന്നിടാനുള്ള സാധ്യതകളുണ്ട്. സമസ്ത മേഖലകളിലും ചില പ്രതിസന്ധികളും ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരം തന്നെയാണ്. സുഹൃത്തുക്കളുമായി ചില കാരണങ്ങളൊന്നുമില്ലാതെ കലഹിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സുഹൃത്ത് ബന്ധങ്ങൾ ചില ഉലച്ചിലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാരമാണ്. അന്യനാട്ടിൽ വിദേശത്തൊക്കെ കഴിയുന്നവർക്ക് വരാനുള്ള കാലതാമസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാം ഉള്ള സാധ്യതകൾ ഏറെയാണ്. സന്താന ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വാരം തന്നെ. സന്താനങ്ങൾക്ക് എന്തെങ്കിലും പനി, ചുമ, തുമ്മല തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഹോസ്പിറ്റലൈസ്ഡ് ആവാനോ ഹോസ്പിറ്റലിൽ പോകാൻ്റെ വരുന്ന ചില സാഹചര്യങ്ങൾ, തന്മൂലം ചില സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. അപ്പം ഈ വാരം ഈ നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല. പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെ ആയിരിക്കും. പൂരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനൻ രാശിയുടെ വാരഫലമാണ്. ഈ നക്ഷത്രക്കാരുടെ വാക്കുകളൊക്കെ ദുർവ്യാഖ്യാനിക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ചും കണ്ടും മാത്രം പറയേണ്ട ഒരു വാരമാണ്. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. കൃഷിപരമായിട്ടും ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. തന്മൂലം ചില സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരമാണ്. ഊഹക്കച്ചവടം നടക്കുമെങ്കിലും ചില പ്രതിസന്ധികൾ അതിലും കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. IT മേഖലകളിൽ ബിസിനസ്സുകാർക്ക്, സമസ്ത കർമ്മ മേഖലകളിലും ചില പ്രതിസന്ധികളൊക്കെ നേടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും, നമ്മുടെ തൊഴിൽ മേഖലകളിൽ എല്ലാം പ്രത്യേകിച്ചും ശ്രദ്ധിച്ചും കണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെ ആയിരിക്കും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാൻ പ്രത്യേകം സൂക്ഷിക്കണം. നമുക്ക് നമ്മൾ ചെയ്യാത്ത കൂട്ടത്തിന് അപമാനത്തിനൊക്കെ ആവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ശ്രദ്ധിച്ചും കണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയായിരിക്കും. സാമ്പത്തികപരമായിട്ട് ഇടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകം നമ്മൾ കടം കൊടുക്കുക, കടം മേടിക്കുക, സാമ്പത്തികത്തിന് ഇടനിലനിൽക്കുക ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങൾക്കും നമ്മൾ അപമാനിതനാവാനും ആരോപിതനാവാനും ഒക്കെയുള്ള സാധ്യതകൾ ഏറെയാണ്. പ്രത്യേകം ശ്രദ്ധിച്ചും കണ്ടും മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക്. നമസ്തേ.